രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലേ നരേന്ദ്ര? ഉണ്ടല്ലോ. ആ കാണുന്ന വാതിൽ തുറന്ന് നേരെ അങ്ങ് പുറത്തേക്ക് പോയാ മതി. ഞാനിതുവരെ പോയിട്ടില്ലെന്നേ ഉള്ളൂ. നരേന്ദ്രൻ എന്താ എന്നെ കളിയാക്കാണോ? നമ്മൾ രണ്ടുപേരും ഒരേ കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നീയാണ് എന്നെ കെണിയിലാക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് നീ രക്ഷപ്പെട്ടോ? ഇല്ല. ഞാനും നീയും ഇവിടെ അകപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി നമ്മൾ പരസ്പരം പഴിചാരി സമയം കളയുന്നതിൽ എന്താ അർത്ഥം? എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താമെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ നരേന്ദ്രനെ രക്ഷപ്പെടുത്താം. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിന്റെ സഹായം വേണ്ടിവരില്ല. ഇതുവരെ നീ ചെയ്ത സഹായം കൊണ്ട് തന്നെ ഞാൻ വളരെ തൃപ്തനാ കൽപ്പനെ. നീ എന്നെ കൂടുതലങ്ങ് സഹായിക്കല്ലേ. നരേന്ദ്രൻ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് യാതൊരു ആഗ്രഹമില്ലേ? തീരില്ല. എനിക്കിവിടെ പരമാനന്ദ സുഖമല്ലേ. സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, ധാരാളം വിശ്രമം, കൂട്ടിന് നിന്നെ പോലൊരു പെണ്ണും, ഒരു ടെൻഷനുമില്ല. ഇതിൽ കൂടുതലൊരു മനുഷ്യനെന്താ വേണ്ടേ? മരണക്കെണിയിലാണെന്ന് അറിഞ്ഞിട്ടും ഒരു കൂസലുമില്ലാത്തത് അത്ഭുതം. ഇതിനേക്കാൾ വലിയ മരണക്കെണികൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. സദാനന്ദ ഷെട്ടി നിങ്ങളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അതറിയാമോ? എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ നീ ഉത്സാഹിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ലല്ലോ. നിനക്ക് രക്ഷപ്പെടണം, അതിന് എന്റെ സഹായം വേണം. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും നിനക്കില്ലല്ലോ. എന്താ രണ്ടുപേരുടെ സംസാരം ഇതുവരെ തീർന്നില്ലേ? എന്താ രണ്ടുപേർക്ക് ഇത്ര സംസാരിക്കാനുള്ളത്? ഞങ്ങള് കാശ്മീർ പ്രശ്നം ചർച്ച ചെയ്യായിരുന്നു. എത്ര ആലോചിച്ചിട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റണില്ല. നരേന്ദ്ര, നിനക്ക് സുഖാണല്ലോ? സുഖം. വീണ്ടും വീണ്ടും നിന്നോട് ദുഃഖവാർത്തകൾ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് നരേന്ദ്ര. പക്ഷെ നീ അറിയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ഡോക്ടർ രോഗിയെ ചില സത്യങ്ങളെങ്കിലും അറിയിക്കണ്ടേ? അവസാനം നിന്റെ സർവ്വസൈന്യാധിപനും വീണുപോയല്ലോ നരേന്ദ്ര. അവനിലായിരുന്നു നിന്റെ പ്രതീക്ഷയെന്ന് എനിക്കറിയാം. ശിവജിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവനെ ആരോ കുത്തിമലർത്തി. എന്തായാലും അവനല്പം ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ചത്തിട്ടില്ല ഇതുവരെ എന്നാണ് ഒടുവിൽ കിട്ടിയ വാർത്ത. എന്നാലും ഉടനെ എണീക്കുമെന്ന് പ്രതീക്ഷ വേണ്ട. അതായത് അവന്റെ സഹായം നീ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കണ്ടാണ്. എന്തായാലും എനിക്കൊരു തലവേദന കുറഞ്ഞു കിട്ടി. ശിവജിയുടെ മൂക്കിന് താഴെ നിന്ന് ശീതളിനെ പിടിച്ചുകൊണ്ടുവരുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായി. സഞ്ജയ് ജയിലിൽ നിന്നിറങ്ങേണ്ട സമയമെടുത്തല്ലോ കൽപ്പനെ. അവന്റെ റിലീസിംഗ് ഡേറ്റ് നിന്നേക്കാൾ നിശ്ചയം എനിക്കാ. കാരണം അതിനുവേണ്ടി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നവനാ ഞാൻ. എന്താ ഇത്? ഇത് കുറച്ച് ഡയലോഗാ. വെറുതെ ഇരിക്കല്ലേ, പഠിച്ചു വെക്ക്. സഞ്ജയ് റിലീസാവുന്ന ദിവസം അവൻ നിന്നെ ഫോണിൽ വിളിക്കും. പക്ഷെ നിന്റെ ഫോൺ എന്റെ കയ്യിലാണ്. അവൻ വിളിക്കുന്ന നമ്പർ നോട്ട് ചെയ്ത് ഞാൻ ആ ഫോണിലേക്ക് തിരിച്ചു വിളിക്കും. നീയും അവനും തമ്മിൽ സംസാരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഈ പേപ്പറിലുണ്ട്. നീ പഠിച്ചു പറയുന്ന കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് സഞ്ജയനെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ അവനെ ഇവിടെ വരത്തും. ചിലന്തി വലവിരിക്കുന്നത് ഒരേ ഒരു ഇരയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാടെണ്ണം അതിൽ വീഴണം. വീഴും. എന്നെ കബളിപ്പിക്കാനോ ധിക്കരിക്കാനോ നോക്കരുത് കൽപ്പന.
സ്വന്തം ജീവനാണ് എല്ലാത്തിലും വലുതെന്ന് ഓർമ്മ വേണം. തമ്പിയോടും കൂടിയാ പറയുന്നത്. കാർ തിരിച്ചിട്ടേക്ക, ഞങ്ങൾ ഇത്തിരി വൈകും. ഇത് ഭക്ഷണം കഴിക്കാനുള്ളതാ, പുറത്തെവിടെയെങ്കിലും പോയി കഴിച്ചോളണം. കുറച്ചപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്. ശരി. വാ മോളെ. ആരമ്മേ വന്നേ? ഞാൻ പോയ ശേഷം ഇവിടെ അംഗസംഖ്യ ഒരുപാട് കൂടിയെന്ന് കേട്ടു. എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാ. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ കോളിംഗ് ബെൽ അടിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അതൊക്കെ അന്യര് വരുമ്പോ. ഇതെന്റെ സ്വന്തം വീടല്ലേ, എന്റെ ബന്ധുക്കളല്ലേ ഇവിടെയുള്ളവരെല്ലാം. പിന്നെന്തിനാ ഫോർമാലിറ്റി? നിന്റെ വീടോ? ഏതു വകയിലാടി നിന്റെ വീടാവുന്നേ? അത് ഇതുവരെ അറിയത്തില്ലേ? എന്റെ ഭർത്താവ് എന്റെ പേരിൽ വിൽപത്രം എഴുതി വെച്ച വകയിലാണെങ്കിൽ അങ്ങനെ. അതല്ല, ഭർത്താവിന്റെ പിന്തുടർച്ചാവകാശം ഭാര്യയ്ക്ക് ചെന്ന് ചേരുന്ന നിയമം അനുസരിച്ചാണെങ്കിൽ അങ്ങനെ. നിങ്ങളത് അംഗീകരിക്കണമെന്നില്ല, എനിക്ക് നിങ്ങളുടെ അംഗീകാരം വേണ്ടതാനും. എന്റെ ഭർത്താവിനെ ചതിച്ച് കൊലപ്പെടുത്തിയിട്ട് ഈ വീടും സ്വത്തും കൈക്കലാക്കാന്ന് കണക്ക് കൂട്ടിയവരല്ലേ നീയും നിന്റെ ഭർത്താവും. അതിനുവേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി, അത് എത്ര തവണ. എന്നിട്ട് ഈ വീട് സ്വന്തമായോ? സ്വന്തം ആവോ എന്നെങ്കിലും? അതുമില്ല. നരേന്ദ്രൻ തമ്പിയുടെ സഹോദരി. പന്നിക്കും പട്ടിക്കും ഒക്കെ സഹോദരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവറ്റകളെ ഒന്നും കൂടെപ്പിറപ്പെന്നാരും വിളിക്കാറില്ല. കാരണം എന്താണെന്ന് അറിയാലോ? ഒരെല്ലിൻ കഷ്ണം കാണുമ്പോ, ഒരിത്തിരി ഉച്ചിഷ്ടം വീണ് കിട്ടുമ്പോ അതുങ്ങൾ തമ്മിൽ കടിപിടി കൂടും. നിങ്ങൾ അതിനേക്കാൾ അധപ്പതിച്ചവളാണല്ലോ. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള അധികാരമോ ആൾബലമോ ഇല്ലാഞ്ഞിട്ടുമല്ല. അതിന് പറ്റിയൊരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. എങ്കി നീ ഞങ്ങളെ ഇറക്കി വിടടി. ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. നിങ്ങളെക്കാൾ വലിയ പൂതനെ പാലപ്പടിക്കലെന്ന് ഇറക്കി വിട്ടു. പിന്നാണോ നിങ്ങള്? പക്ഷേ ഞാനല്ല അത് ചെയ്യേണ്ടത്. എന്റെ ഭർത്താവിന്റെ സഹോദരിയാണല്ലോ നിങ്ങൾ. അദ്ദേഹം വീട്ടിൽ കയറ്റി താമസിപ്പിച്ച നിങ്ങളെ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഞാൻ എന്തിനു പുറത്താക്കിയെന്നൊരു ചോദ്യം ഒരിക്കലും എന്റെ നേരെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. ഓ, നിന്റെ ഒരു ഔദാര്യം. അതെ, ഔദാര്യം തന്നെയാ. എന്നോടും അദ്ദേഹം സ്വന്തം മോളായിട്ട് വളർത്തിയ ശീതളിനോടും നിങ്ങൾ എന്താ ചെയ്തെന്നൊന്നും മറന്നിട്ടില്ല ഞാൻ. കണക്ക് തീർത്ത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ മക്കൾക്കും. എന്റെ മക്കളെ നീ കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ അടച്ചില്ലേടി? കള്ളക്കേസ് കൊടുത്തല്ല, നല്ല ഒന്നാം തരം ക്രിമിനൽ കേസ്. അവരിനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതെ ഞാൻ നോക്കിക്കോളാം. അതെന്റെ കടമയാണ്. ഒന്ന് നിന്നേ. എന്റെ ജേട്ടനെ ജയിലിൽ കയറ്റിയ നിന്റെ തലയിൽ ഇടുത്തി വീഴുടി നാശം പിടിച്ചവളെ. ഇതെന്തിനാണെന്ന് നിനക്കറിയോ? മിണ്ടാൻ വയ്യാത്തൊരു പാവം കൊച്ചിനെ കൊണ്ട് നീ ഈ വീട് മുഴുവൻ തൂത്തു തുടച്ചും കഴുകിയും അടിമപ്പണി ചെയ്യിപ്പിച്ചതിന്. ഇതിന്റെ എല്ലാ അവകാശം അവളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നേ ഞാൻ കരുതി വെച്ചതാ നിനക്ക് തരാൻ വേണ്ടി. മോള് വാ.
റിമാൻഡ് കാലാവധി കഴിയും മുമ്പേ ജാമ്യം കിട്ടേണ്ടതല്ലേ? ആ, അതെന്താ കിട്ടാത്തെ? അതിനു മുമ്പ് റിമാൻഡിൽ കിടന്നെങ്കിൽ അത് വേറെ കേസല്ലേ? ആ, ഒന്ന് അന്വേഷിച്ചിട്ട് പറയണേ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ ശരി. ജാമ്യം കിട്ടില്ലെന്നാണ് പറയുന്നത്. വക്കീലിന് തന്നെ അത്ര നിശ്ചയം പോരാ. കിട്ടാതിരിക്കട്ടെ, ജയിലിന് പുറത്തുള്ളവർക്കെങ്കിലും മനസമാധാനത്തോടെ കഴിയാലോ. നിനക്കെന്ത് സമാധാനക്കേടാടി എന്റെ മോനുണ്ടാക്കിയത്? എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ, എന്നിട്ട് എന്ത് മനസമാധാനക്കേടാണെന്ന്. നിന്റെ ജീവിതം നശിപ്പിച്ചെങ്കിലേ അതിന് നീയും കൂടി ഉത്തരവാദിയാ. എടി, പെൺകുട്ടികളായാൽ അച്ഛനമ്മമാര് പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. മാതാപിതാക്കൾ തേടിത്തരുന്ന പുരുഷനെ കല്യാണം കഴിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ പഞ്ചാര വാക്കും പഞ്ചാര ചിരിയുമായിട്ട് വന്നാലുടനെ അവന്റെ പുറകെ ചാടി പുറപ്പെടുകയല്ല വേണ്ടത്. അങ്ങനെ ചാടിയാലേ ദേ ഇങ്ങനെ ഇരിക്കും. ഈ ഗുണദോഷം സ്വന്തം മകൾ കൂടി പഠിപ്പിച്ചുകൂടായിരുന്നോ? അവളുടെ ഒരുത്തന്റെ കൂടെ മോളിൽ കയറി കിടപ്പുണ്ടല്ലോ. അത് പോട്ടെ, ദേ ഇവിടെ ഒരുത്തി അടങ്ങി ഒതുങ്ങി അച്ഛനമ്മമാരെ അനുസരിച്ച് വളർന്നവളല്ലേ. അച്ഛനമ്മമാര് തന്നെയാണല്ലോ ഒരുത്തനെ തേടിപ്പിടിച്ച് ഇവൾക്ക് കൊടുത്തതും. എന്നിട്ട് എന്തായി? ഒന്നും വേണ്ട, സ്വന്തം ജീവിതവും വല്ലവന്റെ അടുക്കള കിടക്കേണ്ടി വന്നില്ലേ? നീ ഒരുത്തി വലതുകാലം വെച്ച് കേറി വന്നതിന് ശേഷമാടി സർവനാശം ഉണ്ടായത്. ആഹാ, അതിനു മുമ്പ് വേറൊരുത്തൻ ഇടതുകാല് വെച്ച് അമ്മയുടെ വീട്ടിലേക്ക് കയറി വന്നായിരുന്നല്ലോ, അമ്മയുടെ പുന്നാര മോൻ. അവന്റെ കാലിന് ഒരു കുറ്റവും പറയാനില്ലേ? നീ നന്നായിരുന്നെങ്കിൽ അവനും നന്നായേനെ. ആദ്യേ അവന്റെ തന്തയും തള്ളയും നന്നാവണമായിരുന്നു. കള്ളനും കൊലപാതകിയും ബലാസംഗക്കാരനും പിടിച്ചുപറിക്കാരനും പെൺകൊതിയനും ദൂർത്തനുമായ ഒരു മകനെ പ്രസവിച്ചതേ ഞാനല്ല. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം. ഞാൻ മുറിയിലൊക്കെ പോയി നോക്കി, കണ്ടില്ല. മോളുടെ ആന്റിയാ ഇത്. എനിക്കറിയാം. നിങ്ങളൊക്കെ എന്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ്. എന്നോട് പിണങ്ങിയ അത് പിന്നെയും പ്രശ്നമാവേ. ഇതിൽ കൂടുതൽ എന്തോ കുഴപ്പമുണ്ടാക്കാനാടി നിന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചല്ലോ. ഇനിയും സാധിക്കും. എന്തെല്ലാം ചെയ്യാൻ എനിക്ക് ഈ വീട്ടിൽ നിറക്കി വിടാം. കാരണം വിൽപത്രം അനുസരിച്ച് ഇതിപ്പോ എന്റെ വീടാ. എന്റെ ഔദാര്യത്തിലാ നിങ്ങളിപ്പോ ഇവിടെ താമസിക്കുന്നത്. എന്നെ ഇറക്കി വിടറി. നിന്റെ വിചാരം എന്താ? ഇവിടെ നിറങ്ങി എനിക്ക് പോകാൻ വേറെ ഇടമല്ലെന്നോ? ഞാൻ എന്റെ മക്കളെ കൊണ്ട് റോഡിൽ നിന്ന് തെണ്ടുവന്നോ? വേണോന്ന് വെച്ചാ എല്ലാ വഴി അടയ്ക്കാൻ എനിക്കറിയാം. തെണ്ടാൻ പോലും സമ്മതിക്കില്ല. പിച്ചപാത്രം കൂടി പിടിച്ചു വാങ്ങി എറിഞ്ഞു കളയും. കാണണോ? എന്തായാലും ചെറിയമ്മയ്ക്ക് പാലപ്പടിക്കലേക്കാൾ സുഖാണല്ലോ ഇവിടെ. അതിനേക്കാൾ വലിയ വീട്ടിൽ താമസിക്കാൻ പറ്റിയല്ലോ. ഇവിടുന്ന് പോകുമ്പോ ഇതിനേക്കാൾ വലിയ വീട്ടിലായിരിക്കണം പോകുന്നത്. വലിയ മതിൽക്കെട്ടും വിശാലമായ വളപ്പും ഒരുപാട് മുറികളും ധാരാളം സേവകരും ഉള്ളൊരു വലിയ വീട്. ഞാനത് കണ്ടുവച്ചിട്ടുണ്ട്. സെൻട്രൽ ജയിൽ. പുന്നാരമോനെ അധികം വൈകാതെ അവിടെ അച്ചാരം കൊടുക്കും. അവനത് പണ്ടേ നോട്ടിട്ട് വെച്ചിട്ടുള്ളതാ. മകൻ ആഗ്രഹം കാണും അമ്മയെ കൂടി അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണോന്ന്. അവൻ നോക്കിയാ സാധിക്കും. അതുകൊണ്ട് ചെറിയമ്മ തയ്യാറായിരുന്നു. നീ ഇത് പറയാൻ വേണ്ടിട്ടാണോടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അല്ലേ അല്ല, ഇവിടെ താമസിക്കുന്ന അഭയാർത്ഥികളെ ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. ചിലവിന് തന്നില്ലെങ്കിലും അന്തി ഉറങ്ങുന്നത് എന്റെ ഔദാര്യത്തിലാണല്ലോ. എന്റെ വീടല്ലേ. ഇവിടുന്ന് ഒഴിപ്പിക്കാറായോന്ന് നോക്കണമല്ലോ. അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കുറവില്ലെങ്കിൽ അതും കൂടി അങ്ങ് ചെയ്യാം. നീ ചെയ്യടി. നിനക്ക് ചെയ്യാവുന്നതെല്ലാം നീ ചെയ്യേ. സമയം വരട്ടെ, ചെയ്യാം. നീ എന്തിനാ അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? അവൻ ഇനി ജയിലിൽ നിന്ന് പുറത്തു വരില്ല.
വന്നാലും അവനെ കൊണ്ട് നിനക്കൊരു ഗുണം ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയാം. നിനക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ ചെയ്യും. ഇവിടെ നിറങ്ങിപ്പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്ക്. സ്ത്രീധന പീഡനം, മർദ്ദനം, അമ്മായിയമ്മ പോര്, വഞ്ചന, മാനസിക പീഡനം എല്ലാം ചേർത്ത്. കോടതിയിലും ഒരു ഹർജി കൊടുത്തേക്ക്. നഷ്ടപരിഹാരവും ജീവനാംശവും ആവശ്യപ്പെട്ടുകൊണ്ട്. പണ്ടേ ചെയ്യേണ്ടതാ ഞാൻ. അതിന്റെ എല്ലാം പുറകെ നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കയ്യിൽ പൈസയും വേണമല്ലോ. ഇവരുടെ പ്രോപ്പർട്ടി എല്ലാം എന്റെ കയ്യിലാ. ലോൺ വസൂലാവുമ്പോ അതിൽ നിന്നൊരു ഓഹരി ഞാൻ തരാം. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. ഇവരുടെ കൂടെ നിന്നാ അവസാനം നിന്നെ കൂടെ വിൽക്കും. തീരെ ഗതികെടുമ്പോ അങ്ങനെ ഒരു മാർഗം ഉണ്ടാവും. അതിന് യാതൊരു മടിയില്ലാത്തവരാ അമ്മയും മകനും. പാലപ്പടിക്കൽ വരുന്നതിന് മുമ്പ് നീ അങ്ങനെയായിരിക്കും ജീവിച്ചിരുന്നത് അല്ലടി? ഞാൻ എങ്ങനെയാ ജീവിച്ചെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. പക്ഷേ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യം ഗൗരവമായിട്ട് ആലോചിക്കും. ദീപമോളെപ്പോ വരും? വരേണ്ട സമയം കഴിഞ്ഞു. ക്ലാസ് വിട്ട് നേരെ ഇങ്ങോട്ടല്ലേ വരൂ? അതെ. വാ മോളെ. ചേച്ചി എപ്പോ വന്നു? ചേച്ചി ദീപാന്റി നീ കിതയ്ക്കുന്നല്ലോടി. ആ എന്റെ സുന്ദരി കുട്ടി. നീ ഇപ്പോഴാണോ ക്ലാസ് കഴിഞ്ഞു വരുന്നത്? ട്യൂഷൻ ഉണ്ട് ചേച്ചി. ഇവക്കിന്ന് ക്ലാസ് അല്ലായിരുന്നോ? ഇന്ന് പോയില്ല. എനിക്ക് കൂട്ടുവന്നതാ. അയ്യടി നല്ല കൂട്ട്. എപ്പോഴാ അമ്മ ചേച്ചി നിങ്ങൾ വന്നേ? കുറെ നേരമായോ? ആ കുറച്ചു നേരമായി. എന്നെ കാണാതെ പോവാൻ തുടങ്ങായിരുന്നോ? എങ്ങനെ മനസ്സിലായി? സത്യം പറ, അല്ലായിരുന്നോ? എടീ, നിന്നെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ ഞാൻ. ഏ ആ സത്യം? ഓ സത്യം. ഒന്നുകൂടെ പറഞ്ഞു ചേച്ചി, ഞാനൊന്ന് വിശ്വസിക്കട്ടെ. നിന്നെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ ഞാൻ. പിന്നെ നിന്നെ കാണാതെ പോവോ ഞാൻ? വിശ്വസിച്ചോ? ഇനി നീയാ തീരുമാനിക്കേണ്ടത്, എന്റെ കൂടെ വരുന്നോ ഇല്ലയോ. ഇവരൊക്കെ ഏത് സമയത്താ പോലീസ് കസ്റ്റഡിയിൽ അകപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓരോരോ കേസുകൾ പൊങ്ങി വരുന്നതേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ പാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈശ്വരന് പോലും അറിയില്ല. ഈ വീട്ടിൽ നിന്ന് ഏത് നിമിഷം ഇറങ്ങിപ്പോണ്ടി വന്നേക്കാം. അതൊക്കെ നിന്റെ പഠിപ്പിനെ ബാധിക്കും. നിനക്ക് പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണ്ടേ? അതിനു പറ്റിയ യാതൊരു അന്തരീക്ഷവും ഇവിടെ ഇല്ല. ഇവിടെ താമസിച്ച് പഠിച്ചോണ്ട് എത്താവുന്നിടത്തോളം എത്തിയാ മതി അവള്. ഇവിടെ താമസിച്ച നീ ഒരിടത്ത് എത്തില്ല മോളെ. ഈ കലഹത്തിനും ബഹളത്തിനും ഇടയില് നിനക്ക് പഠിക്കാൻ ഒരു കോൺസെൻട്രേഷനും കിട്ടില്ല. ഉറപ്പാ. നിന്റെ ജീവിതം കൂടി ഇവരുടേതുപോലെ അധപ്പതിച്ചു പോവും. ആരുടെ ജീവിതോടെ അധപ്പതിച്ചത്? ഇവർക്കറിയില്ല മോളെ. ഇനിയും വലിയ കുഴപ്പങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിന്റെ പഠിപ്പ് മുടങ്ങിപ്പോവും. പട്ടി കിടക്കുന്ന പോലെ പീഡിക തിണ്ണയിലൊക്കെ കിടന്ന് ഉറങ്ങേണ്ടി വരും. നീയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. എന്റെ കൂടെ വാ. ഇവളെങ്ങോട്ട് വരുന്നില്ല. ഇവളെന്റെ മോളാ. 2 പെൺമക്കളുടെ ജീവിതം നിങ്ങൾ കുട്ടിച്ചോറാക്കിയില്ലേ? ഇനി ഇവളെയും കൂടി നശിപ്പിക്കണോ? ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ. നീ അങ്ങനെ ഇവളെ മാത്രം രക്ഷപ്പെടുത്താൻ നോക്കണ്ട. ഞങ്ങള് ജീവിക്കുന്ന പോലെ തന്നെ ഇവിടെ ജീവിച്ചാ മതി. നീ എന്തു പറയുന്നു? നിന്റെയാണ് അന്തിമ തീരുമാനം. ബാഗ് റൂമിൽ കൊണ്ട് വെച്ചിട്ട് അടുക്കളയിലോട്ട് വന്ന ചായ തരാം. ചെല്ല്. ഞാനിപ്പോ വരാം ചേച്ചി. ഇവിടെ നിൽക്കണേ. 2 കോടി രൂപയുടെ കടമുണ്ടെന്ന് വിചാരിച്ചേ ഞാൻ തളർന്നു പോകുന്നാണോ നീ വിചാരിച്ചത്? തളർച്ചയും വളർച്ചയും കുറെ കണ്ടിട്ടുള്ളവളായി സുധർമ്മ.
ചേച്ചിയുടെ കൂടെ. ചേച്ചിയുടെ കൂടെ എവിടെ? വിനീത എന്നയുടെ വീട്ടില്. എന്ത് വിശ്വസിച്ചാണ് നീ ഇവളുടെ കൂടെ ഇറങ്ങി പോകാൻ തീരുമാനിച്ചത്? പുറമെ കാണുന്ന പോലെ അല്ല ഇവരാരും. ഇവളുടെ കൂടെയുള്ള ആ ബോംബെക്കാരനുണ്ടല്ലോ, ശിവജി എന്ന് പറയുന്ന ആ കഴുത്തർപ്പൻ, പെൺവാണിപ്പോ കള്ളക്കടത്തും കൊലപാതകം ഒക്കെയാ ബോംബെയിൽ അവന്റെ തൊഴില്. നിന്നെയൊക്കെ രാഖി രാമാറ നാട് കെടുത്തു അവൻ. ഏയ്, അങ്ങനെ ചെയ്യുന്നവരൊന്നും അമ്മു ചേച്ചി കൂടെ നിർത്തില്ല, അതെനിക്ക് തീർച്ചയാ. നീ ഇവളുടെ കൂടെ പോകാൻ പോവാണോ? ആ, ഞാൻ പോവാ. അങ്ങനെ ഇപ്പൊ പോവണ്ട, ഞാൻ വിടില്ല. അമ്മ എത്ര ദിവസം പിടിച്ചു നിർത്തും? നാളെ നേരം വിളിക്കുന്നവരെ അല്ലേ? സ്കൂളിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും നാളെ നിന്നെ വളർത്തിയവരൊന്നും നിനക്ക് വേണ്ടേടി. വളർത്തിയത് അച്ഛനല്ലേ? അച്ഛൻ പോയി കഴിഞ്ഞപ്പോ തളർന്നു, വളർച്ചയും നിന്നുപോയി. എനിക്ക് രക്ഷപ്പെടണം. ഞാൻ ചേച്ചിയോടൊപ്പം പോവാ. ചേച്ചി വാ. ഡീ, അവിടെ നിക്കടി. അമ്മ എന്നെ തടയാൻ നോക്കണ്ട. അമ്മ ഒറ്റൊരാളെ ഇതെല്ലാം വരുത്തി വെച്ചത്. എല്ലാം നശിപ്പിച്ചതും അമ്മ തന്നെ. അവസാന കടത്തിന് മുങ്ങി ജനിച്ചു വളർന്ന വീടും കൂടി നഷ്ടപ്പെട്ടു. കൊള്ളാടി, അമ്മയെ കുറിച്ചുള്ള നിന്റെ വിലയിരുത്തൽ അസലായി. എന്നാ എന്റെ മോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. നമ്മുടെ കുടുംബത്തിലെ സകല നാശത്തിനും കാരണക്കാരി ഇവളൊറ്റ ഒരുത്തിയാ. ഇവളെന്നും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നോ അന്ന് നമ്മുടെ നാശം തുടങ്ങി.